ഇന്ന് നമ്മൾ എസ്രായുടെ പുസ്തകം അവസാനിപ്പിക്കുകയാണ്. 9ഉം 10ഉം അധ്യായങ്ങൾ ഇന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നു. ഒരു വിധത്തിൽ ഇന്നത്തെ പഠനത്തിൽ എസ്രായുടെ പുസ്തകം മുഴുവനും ഉൾപ്പെടുവാൻ പോവുകയാണ്. ഇതുവരെ ഈ ക്ലാസ്സിൽ, എസ്രായുടെ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത വ്യക്തികൾക്കും ഇന്ന് ഇതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു പഠനം ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ദൈവജനത്തിൻ്റെ യഥാസ്ഥാനം, അതാണ് ഈ പുസ്തകത്തിൻ്റെ മെയിൻ ദൂത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് വളരെ അന്വർത്ഥമായിരിക്കുന്നത്. ഇന്ന് നമുക്കേറെ ആവശ്യം ദൈവജനത്തിൻ്റെ മടങ്ങിവരവാണ്. എസ്രായുടെ പുസ്തകം ദൈവജനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു മടങ്ങിവരവിൻ്റെ പടികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്കതിലേക്കൊന്ന് പുറകിൽ നിന്ന് മുന്നോട്ട് വരുവാൻ ഒന്ന് ശ്രമിക്കാം. ആദ്യത്തെ 2 അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ ജനം മടങ്ങി വരികയാണ് സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ. ഏകദേശം 50,000 പേർ. അതാണല്ലോ ആത്മീക യഥാസ്ഥാനത്തിൻ്റെ തുടക്കം. പ്രവാസത്തിൽ നിന്നും മടങ്ങി സ്വാതന്ത്ര്യത്തിലേക്ക് വരിക, ഇത് വിശ്വാസ ജീവിതത്തിൻ്റെ തന്നെ ആദ്യത്തെ പടിയാണ്. ആ തുടക്കമില്ലാതെ ഒരു ഉണർവിൻ്റെ അനുഭവം ഉണ്ടാകാൻ സാധ്യമല്ല. പ്രവാസത്തിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗവും പ്രത്യേകമായുള്ള സമ്മർദ്ദം അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായപ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചപ്പോൾ അതിനവർ പ്രതികരിച്ചു. ഒരു കൂട്ടം മടങ്ങി വരും. അതിനെക്കുറിച്ച് നാം 1ഉം 2ഉം അധ്യായത്തിൽ നാം കാണുകയുണ്ടായി. അവിടെ ഒരു മടങ്ങി വരുന്ന ഒരു കൂട്ടരുടെ ലിസ്റ്റ് തന്നെയുണ്ട്, ഫാമിലീസ്. അവർ മടങ്ങി വന്ന് യാഗപീഠം പണിതു. 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ. അതും യഥാസ്ഥാനത്തിൻ്റെ പടികളിലൊന്നാണ്, ആരാധന. അതാണല്ലോ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നപ്പോൾ ആരാധന അടുത്ത പടി തന്നെയാണ്. ദൈവത്തെ അവർ മഹത്വപ്പെടുത്തി യാഗപീഠം പണിതു. അവിടെ അവർ ദൈവത്തിന് ഹോമയാഗം കഴിച്ചു എന്ന് അടുത്ത വാക്യത്തിൽ പറഞ്ഞു. സമർപ്പണത്തോടുകൂടെ അവരെ തന്നെ സമർപ്പിച്ച്, റോമാലേഖനം 12-ന്റെ 1-2 പറഞ്ഞിരിക്കുന്നത് പോലെ അവർ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് പ്രസാദകരമായ യാഗം. അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് 3-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കൂടാര പെരുന്നാൾ. ഈ ദൈവമക്കൾക്ക് പെരുന്നാളുണ്ടല്ലോ. മടങ്ങി വരികയും ആരാധിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതലിന് ഒരു പെരുന്നാൾ എപ്പോഴും ഉണ്ട്. അവർ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തിൽ സന്തോഷിച്ചു. അതുമാത്രമല്ല, അത് കഴിഞ്ഞ അടുത്ത പടി ദൈവാലയ പണിയുടെ നിർമ്മാണമാണ്. ദൈവരാജ്യ പ്രവർത്തനത്തിലേക്ക് അവർ കാലുകൾ വയ്ക്കുകയാണ്. ആ പ്രവർത്തനത്തിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ നേരിടുന്നതാണ് 4-ാമത്തെ അധ്യായം. 5-ാമത്തെ അധ്യായത്തിലും അത് തന്നെയാണ്. ഇപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിത വഴിയാത്രയുടെ ഒരു നല്ല പ്രതിഫലനം അവിടുണ്ട്. മടങ്ങി വരുന്നു, ആരാധന തുടങ്ങുന്നു, വിശ്വാസ ജീവിതത്തിൽ സമർപ്പണത്തിലേക്ക് നീങ്ങുന്നു. അതുമാത്രമല്ല, അതിന് പിന്നാലെ ദൈവരാജ്യ പ്രവർത്തനത്തിൽ ഉത്സുകരാകാനുള്ള താല്പര്യമുണ്ടാകുന്നു. ഉടൻ തന്നെ ശത്രുവിൻ്റെ എതിർപ്പാണ്. ഒരു നല്ല ലക്ഷണമാണ്. നല്ല പടികളിലുള്ള യാത്രയാണ് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. ഏതെല്ലാം രീതിയിലാണ് ഒരു വിശ്വാസിയെ തൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത് എന്ന് ആ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 4-ാമത്തെ അധ്യായത്തിൽ ഒന്നാമത്
സാഹചര്യങ്ങളോടൊക്കെ അനുരഞ്ജനപ്പെട്ട് കോംപ്രമൈസ് ചെയ്തു പോവുക. ചിലർ വന്ന് പറഞ്ഞു ഞങ്ങളും കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അനുരഞ്ജനപ്പെടരുത് എന്നുള്ളത് നമുക്കവിടെ അധ്യായത്തിൽ നിന്ന് ലഭിക്കും. അവർക്കുണ്ടാകുന്ന ഓപ്പോസിഷൻ ഭയപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഇതും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സമർപ്പണത്തിലേക്കൊക്കെ വന്ന്, പ്രത്യേകിച്ച് ആദ്യകാലത്തിലൊക്കെ തീക്ഷ്ണമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് വരുന്നൊരു കാര്യമാണ്. ഹൃദയം ക്ഷീണിച്ചു പോവുക, ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, തളർന്നു പോവുക, ഭയപ്പെടുത്തുക. അതുമാത്രമല്ല, പിന്നീട് രാഷ്ട്രീയമായി അവർ സ്വാധീനിച്ച് കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി പ്രവർത്തനത്തിലേർപ്പെട്ടിരുന്ന ദൈവജനത്തെ തളർത്തുവാനും ഭീഷണിപ്പെടുത്തുവാനും തുടങ്ങിയെന്ന് 5-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ യഥാസ്ഥാനപ്പെടുന്ന ഈ സമൂഹം തളരാതെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതിനവരെ ഒന്നാമത് സഹായിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. 5-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവം യഹൂദന്മാരുടെ മൂപ്പന്മാരെ കടാക്ഷിച്ചതുകൊണ്ട്, ഗോഡ്സ് ഫേവർ. അപ്പോൾ യഥാസ്ഥാനപ്പെട്ട് ആരാധിച്ച് സമർപ്പിച്ച് പ്രവർത്തനത്തിലായിരിക്കുന്നവർ തടസ്സങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരെ തളർന്നു പോകാതെ സൂക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപകളാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. അതുമാത്രമല്ല, 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കാനായി ദൈവം സക്കറിയാവിനെയും ഹഗ്ഗായി പ്രവാചകനെയും എഴുന്നേൽപ്പിക്കും. ദൈവവചനത്താൽ തളർന്നു പോകാതിരിപ്പാൻ അവരെ ബലപ്പെടുത്തുകയാണ്. ഇതൊക്കെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വളരെ അന്വർത്ഥമാണ്. ക്ഷീണിച്ചു പോകാതിരിക്കാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ചെറിയ വാൽക്കഷണം മതി ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തെ അങ്ങ് ധൈര്യപ്പെടുത്തും. പ്രവാചകൻ ശക്തമായി പ്രവചിച്ചു, അവർ ബലപ്പെട്ടു. ഇത് കഴിഞ്ഞപ്പോൾ 7-8 അധ്യായത്തിൽ വേറൊരു കൂട്ടം മടങ്ങി വരുന്നു എസ്രായുടെ നേതൃത്വത്തിൽ. ഈ ദൈവജനത്തെ പൂർണ്ണതയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അവർക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് ദൈവം തമ്പുരാൻ അറിയാം. ഇവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നു, ആരാധിക്കുന്നു, സമർപ്പിക്കുന്നു, പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു, തടസ്സങ്ങളെ അതിജീവിക്കുന്നു. ഇതോടുകൂടെ അവരുടെ ആത്മീക യഥാസ്ഥാനം പൂർണ്ണമായോ? ഇന്ന് നാം പഠിക്കുമ്പോൾ മനസ്സിലാകും, പൂർണ്ണമായിട്ടില്ല. ഇനിയും വളരേണ്ട മേഖലകളുണ്ട്. അതെന്താണെന്നറിയുന്ന ദൈവം വേറൊരു ഭക്തനെ ഈ ദേശത്തേക്ക് അയക്കുക. മുമ്പ് വന്നത് സെരുബാബേലാണ്. ദൈവം അതിനുവേണ്ടി മടക്കിക്കൊണ്ടുവരാൻ അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഇപ്പോൾ ദൈവജനം ചില കാര്യങ്ങളിൽ ഒക്കെ യഥാസ്ഥാനപ്പെടേണ്ടതുണ്ട്. യഥാസ്ഥാനം പൂർണ്ണമാകാൻ, ആത്മീകമായി പൂർണ്ണമാകാൻ ദൈവം എസ്രായെ അയക്കും. ആ മനുഷ്യൻ ദൈവവചനം പഠിക്കുന്നവനും ദൈവവചനം അനുസരിക്കുന്നവനും ദൈവവചനം ഉപദേശിക്കുന്നവനും 7-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുള്ള ഭക്തന്മാരാണ് വിശ്വാസികളെ പൂർണ്ണ യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ ഇത് മതി. ദൈവവചനം പഠിക്കുന്നവൻ, അനുസരിക്കുന്നവൻ, ഉപദേശിക്കുന്നവൻ. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. എസ്രായുടെ ദൈവാശ്രയം വളരെ വ്യക്തമായി കാണാൻ കഴിയും. പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവിൽ മുമ്പുള്ള കൂട്ടത്തിനൊക്കെ സഹായത്തിന് പടയാളികളെയൊക്കെ നൽകാൻ ഒരുപക്ഷെ രാജാവ് ഓഫർ ചെയ്ത് കാണും, അവർ സ്വീകരിച്ചും കാണും, നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ എസ്രാ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൈ അനുകൂലമാണ്, ദൈവത്തോട് എതിർക്കുന്നവർക്ക് അവൻ്റെ കൈ പ്രതികൂലമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട്
8-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, രാജാവിനോട് ഞങ്ങൾക്ക് അകമ്പടി വേണമെന്ന് ചോദിക്കാൻ ഞാൻ മടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവാശ്രയം താൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത്രയും പ്രഖ്യാപിച്ചേച്ച്, രാജാവേ, ഞങ്ങൾക്ക് വഴിയാത്രയിൽ ഞങ്ങൾക്ക് സുരക്ഷതയ്ക്ക് നിൻ്റെ ഭടന്മാരെ വേണമെന്ന് പറഞ്ഞാൽ തീർന്നു പോകത്തില്ലല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞു, ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ചു. പ്രധാനമായി ദൈവം ഉപയോഗിച്ച ഈ മനുഷ്യനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ കൈ അവന് അനുകൂലമായി. ഈ മനുഷ്യനാണ് ഈ ജനത്തെ പൂർണ്ണ യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഫുൾ റിസ്റ്ററേഷൻ. അതെന്താണ് എന്ന് ചിന്തിക്കുമായിരിക്കും. സ്പിരിച്വലായി അവർ മടങ്ങി വരേണ്ട പല മേഖലകളുണ്ടായിരുന്നു. ഈ 2-ാമത്തെ അധ്യായത്തിൽ മടങ്ങി വന്ന കുടുംബങ്ങളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 10-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ ആത്മീകമായി പൂർണ്ണമായി യഥാസ്ഥാനപ്പെട്ട ഒരു കൂട്ടത്തിൻ്റെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. 2 ലിസ്റ്റാണ്. ഒന്ന്, 50,000 പേര് മടങ്ങി വന്ന ആ കുടുംബങ്ങളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 10-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം മുതൽ അതിൻ്റെ അവസാന വാക്യം വരെ വേറെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് മടങ്ങി വന്നു എന്നുള്ള ഒരു അനുഭവമല്ല അവർക്ക്. അത് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിലൊക്കെ അവർ യഥാസ്ഥാനപ്പെട്ടു, ആത്മീകമായി യഥാസ്ഥാനപ്പെട്ടു. ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടെത്തിയത് പരിഹരിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പൂർണ്ണമായി മടങ്ങി വന്നു. അത് പൂർണ്ണതയിലേക്കുള്ളൊരു വളർച്ചയാണ്. നമ്മൾ അതാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. 9-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ, ദൈവജനത്തിൻ്റെ പ്രഭുക്കന്മാർ എസ്രായുടെ അടുക്കൽ വന്നിട്ട് ദൈവജനത്തിൻ്റെ നടുവിൽ കാണപ്പെടുന്ന ഒരു ദോഷപ്രവൃത്തിയെക്കുറിച്ച് അറിയിച്ചു. അതായത് അന്യജാതിക്കാരുമായി വിവാഹബന്ധത്തിലേക്ക് ദൈവജനം കടന്നിട്ടുണ്ട് എന്നുള്ളത് എസ്രായെ അറിയിച്ചു. ഇടകലർന്ന ഒരനുഭവം. ദൈവത്തിൻ്റെ ജനം അന്യജാതിക്കാരുമായി ഇടകലർന്നു. 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി. വിവാഹബന്ധത്തിൽ കൂടെയാണ്. ഇവിടെ നമുക്ക് ആത്മീകമായി ചില ഉപദേശങ്ങളൊക്കെയുണ്ട്. ദൈവത്തിന് ഹിതകരമല്ലാത്ത രീതിയിൽ അവർ ഇന്ന് ജീവിക്കുന്നു. ഈ ജനം ആരാണെന്ന് ആലോചിച്ച് നോക്കി. മടങ്ങി വരുവാനും ആരാധനയിലൊക്കെ പങ്കെടുക്കുവാനും ഒക്കെ ഈ ജനത്തിനിടയായി. ഒരുപക്ഷേ ഇതിൽ ചിലരൊക്കെ ദൈവാലയ പണിയിൽ അവർ വ്യാപൃതരായിരുന്നവരുമായിരിക്കും. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയുമൊക്കെ അവർ വന്നെങ്കിലും ചില കാര്യങ്ങളിൽ അവർ ക്രമീകരിക്കപ്പെടേണ്ട അനുഭവം ഉണ്ട് എന്നുള്ളത് ദൈവത്തിനറിയാം. ഇത് നമ്മുടെ ജീവിതത്തിലും വളരെ അന്വർത്ഥമാണ്. ആത്മീക കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നവരാണ് നാം എല്ലാവരുമെങ്കിലും നമ്മുടെ ജീവിതത്തിലും നമ്മളെ കോംപ്രമൈസ് ചെയ്തു പോയിട്ടുള്ള ചില മേഖലകൾ കാണും. അവിടെയും ഒരു യഥാസ്ഥാനം വരണമെന്നുള്ളത് ദൈവത്തിന് ഒരു വലിയ വിഷയമാണ്. ഗ്രോ ഇൻ ടു ഫുൾ മെച്യൂരിറ്റി, അല്ലെങ്കിൽ റിസ്റ്റോറേഷൻ ബാക്ക് ടു ഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അത് ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് അവരുടെ ഇടയിൽ കാണപ്പെടുന്ന ദോഷമെന്ന് നമുക്ക് നോക്കാം. 9-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കാട്ടെ. ദേശനിവാസികളോട് വേർപെടാതെ. എന്താ അവരുടെ കുറവ്?
സെപ്പറേഷൻ ഇല്ലാത്ത ഒരു ജീവിത ശൈലി, ദേശനിവാസികളോട് വേർപെടാതെയുള്ള ജീവിതശൈലി. വാക്ക് കേൾക്കുമ്പോൾ ദേശത്തുള്ള ആളുകളോട് ബന്ധമില്ലാതെ ജീവിക്കുക എന്നല്ല, ദേശനിവാസികളുടെ ദോഷ ജീവിത ശൈലികളിൽ പങ്കാളികളാകുന്നില്ലെങ്കിലും അതിനോടൊക്കെ അനുരഞ്ജനപ്പെട്ടു പോകുന്ന ഒരനുഭവം. വേദപുസ്തകം വളരെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് വേർപെട്ട് ജീവിക്കുക എന്നുള്ളത്. ദോഷത്തിൻ്റെ സ്വാധീനം, ദുഷ്ടതയുടെ സ്വാധീനം വിശ്വാസികളെ ഭരിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു വേർപാടിൻ്റെ അനുഭവം ഉണ്ടാകണം. ഇത് യഥാസ്ഥാനപ്പെടുന്നതിൻ്റെ ഒരു പടിയുടെയാണ്. ആദ്യകാലം മുതൽ വിശ്വാസ ജീവിതത്തിൽ പ്രവേശിക്കുന്നവരിൽ കാണുന്ന ഒരു പ്രത്യേക അനുഭവമാണിത്. അബ്രഹാം, ദൈവത്തിന് അബ്രഹാമിനെ ഊരിൻ്റെ ദേശത്ത് വെച്ച് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തെടുക്കരുതാണ്. എന്നാൽ നീ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ലീവ് ആൻഡ് കം ഔട്ട്. ഉപദേശം ഇതാണ്, എ സെപ്പറേഷൻ, വേർപാടിൻ്റെ അനുഭവം. ഇസ്രയേൽ ജനത്തോട് ദൈവം ആഗ്രഹിച്ചോ അതാണ്. ഈ ബിലയാം പ്രവാചകൻ, ജാതീയ പ്രവാചകൻ, ദൈവകൃപ വിട്ടു ജീവിച്ചൊരു മനുഷ്യനാണെങ്കിലും ചിലതൊക്കെ കാണാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായി. ഇസ്രയേൽ ജനം ഇങ്ങനെ പരന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ഇതാ തനിച്ചു പാർക്കുന്ന ജനം. അപ്പോൾ ആ ജനത്തിൻ്റെ പ്രത്യേകത സെപ്പറേഷൻ. വിശ്വാസിക്ക് ഈ ലോകം യോഗ്യവുമല്ല, വിശ്വാസിക്ക് ഈ ലോകം സുഗമമായി കഴിയാൻ കഴിയുന്നൊരു സ്ഥലവുമല്ല. കാരണം നമ്മുടെ നാഥനെ വെറുത്ത ലോകം നമ്മയും വെറുക്കും. അപ്പോൾ ന്യായമായി ലോജിക്കലായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകം വളരെയധികം സ്നേഹിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ ഏത് കൂട്ടത്തിലാണെന്ന് നോക്കണം. When we live for the Lord, the world will be against us. ലോകം എന്നെ പകച്ചു, അതുകൊണ്ട് നിങ്ങളെയും പകയ്ക്കും. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് നമുക്കൊരു വേർപാടിൻ്റെ ആവശ്യമുണ്ട്. ഗോഡ്സ് പീപ്പിൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. Come out and be separate. നാം അങ്ങനെ വേർപെടുന്നില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അനുഭവം, വിശ്വാസികൾക്കുണ്ടാകുന്ന അനുഭവം, ഡിഫൈൽമെൻ്റ് എന്ന ഇംഗ്ലീഷിൽ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ദോഷപ്രവൃത്തികളിൽ നമ്മളിൽ കാണാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് നാം അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് വായിക്കുന്നത്. മോവാബ്യർ, മിസ്രൈമ്യർ, അമോര്യർ എന്നിവരുടെ മ്ലേച്ഛതകളെ ഈ ജനവും ചെയ്തു വരുന്നെന്ന്. അപ്പോൾ ഇടകലർന്ന് ജീവിച്ചാൽ ഇടകലർന്ന് ജീവിക്കുന്നവരുടെ പ്രവൃത്തികൾ നമ്മളിലേക്ക് അറിയാതെ കടന്നു വരാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് വൈ ഗോഡ് വാണ്ട്സ് us to be separate. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, അവർ തുടർമാനമായി അത് ചെയ്തു. 1-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്നിവരുടെ മ്ലേച്ഛതകളെ ചെയ്തു എന്നല്ല, ചെയ്തു വരുന്നു. ദേ ആർ കണ്ടിന്യൂയിങ് ഇറ്റ്. അപ്പോൾ എസ്രായിക്കൊരു പുതിയ നിയോഗം. ഈ ജനത്തെ, മടങ്ങി വന്ന ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തേണ്ട ഒരു കാര്യമുണ്ട്.
ഈ ഒരു അനുഭവം വിശ്വാസ സമൂഹത്തിൻ്റെ താഴേക്കടയിൽ മാത്രമല്ലായിരുന്നു. 9-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നോക്കിക്കാട്ടെ. വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി പ്രഭുക്കന്മാരുടെയും പ്രമാണികളുടെയും കൈ തന്നെ ഈ കാര്യത്തിൽ ഒന്നാമതായിരിക്കുന്നു. ഈ പാപത്തിനെ ഈ പ്രത്യേക ഗ്രൂപ്പോ അതിനെ സെപ്പറേറ്റ് ചെയ്തൊന്നും പ്രവർത്തിക്കുന്നതല്ല. ദോഷം ഏത് ബൗണ്ടറിയെയും തുളച്ചു വരും. ഇത് നേതൃത്വത്തിലിരിക്കുന്ന പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെ ഇടയിൽ പോലും ഇത് കണ്ടുവന്നു. ഇത് എസ്രാ പുരോഹിതനെ അറിയിച്ചു. ചിലർ വന്ന് അറിയിച്ചു. ഇതിനകത്തും ഒരു ദൂതുണ്ടേ. അറിയിക്കേണ്ട സ്ഥലത്താണ് അറിയിച്ചത്. ഇന്ന് ദൈവജനത്തിൻ്റെ നടുവിലുള്ള ദോഷം ഈ ലോകത്തിൻ്റെ മുമ്പിൽ വിളമ്പുന്നവരുണ്ട്. അതൊരു ദൈവികമായ വഴിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രഭുക്കന്മാർ ഈ വിഷയങ്ങളെല്ലാം പോയി മോവാബ്യരുടെ ഇടയിൽ പറയുകയില്ലായിരുന്നു. ഈ വിഷയമെല്ലാം വന്ന് എസ്രാ പുരോഹിതൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. എസ്രാ ശാസ്ത്രിയോട് അറിയിച്ചു. ചിലപ്പോൾ അറിയിക്കാൻ ശാസ്ത്രിമാരില്ലാത്തത് കൊണ്ടായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. ഈ കൂട്ടർ വന്ന് അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിച്ചു. ഇങ്ങനൊരു ഭക്തൻ ആ ദേശത്തുണ്ടായിരുന്നല്ലോ. ദൈവജനത്തിന് അനുഗ്രഹമായില്ലേ? ആ ഒരു വാചകം പറയുമ്പോൾ, കർത്താവെ, അങ്ങനെ ഒരു ഭക്തനായി ഈ ദോഷ സമൂഹത്തിൽ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. നിങ്ങളിതിൻ്റെ പടികൾ നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണ പുസ്തകം എടുത്ത് ദേശം മുഴുവൻ നടന്ന് ശക്തമായി പ്രസംഗിച്ചെന്നോ തർജ്ജനം ചെയ്തെന്നോ ശിക്ഷിച്ചെന്നോ ഇതൊന്നും അല്ല കാണുന്നത്. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. വിലപിച്ചു, പ്രാർത്ഥിച്ചു. സമൂഹം ഒന്നടങ്കം മടങ്ങി വരാൻ തീരുമാനിച്ചു. അത് ഗോഡ്ലി മാൻ. എന്തൊരു ഭക്തനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്കൊന്ന് നോക്കാം. എന്തിനാ പഠിക്കുന്നതെന്നറിയാമോ? ഈ പ്രതികരണം നമ്മളിൽ ഈ കാലത്ത് ഉണ്ടാകണം. ഇത് കേട്ടപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആദ്യം മനസ്സിലാക്കിയത്, ഈ ദൈവജനത്തിനുള്ള അകൃത്യം ചെറുതല്ല, സ്മോളല്ല. നമ്മൾ അങ്ങനെയാണല്ലോ ഈ നമ്മുടെ കാര്യം, നമ്മുടെ ജീവിതത്തിലുള്ള കുറവ് പറയുമ്പോൾ ചെറുതാക്കി പറയും, വല്ലവരുടെയും ജീവിതത്തിലുള്ള കാര്യം പറയുമ്പോൾ വലുതാക്കി പറയും. എന്നാൽ ഈ പ്രഭുക്കന്മാർ വന്ന് പറഞ്ഞപ്പോൾ നോക്കി എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഞങ്ങളുടെ അകൃത്യങ്ങൾ, 6-ാമത്തെ വാക്യം, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ പെരുകി. ഉണ്ടോ? ചെറുതല്ല കർത്താവേ, ഒരു കൊച്ചു ബലഹീനതയൊന്നുമല്ല, ഞങ്ങളുടെ ഇടയിൽ വലിയ പ്രോബ്ലമാണ്. അതങ്ങോട്ട് പെരുകി കവിഞ്ഞിരിക്കുന്നു. സിൻ അമങ്സ്റ്റ് അസ് ഈസ് ഇൻ അബണ്ടൻസ്. അത് വളരെ കഠിനമാണെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ഭക്തർ എത്രമാത്രം റെസ്പോണ്ട് ചെയ്തെന്ന് നോക്കിക്കാട്ടെ. രണ്ടാമത് അദ്ദേഹം പ്രതികരിച്ചത്, ഈ പാപം നിമിത്തം ഉണ്ടാകാൻ പോകുന്ന ഈ ദൈവത്തിൻ്റെ ഈ ന്യായവിധിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഈ വളരെ ബോധമുള്ളൊരു മനുഷ്യനായിരുന്നു. ഈ ദൈവികമായിട്ടുള്ള വിശുദ്ധിയും ദൈവത്തിന് പാപത്തോടുള്ള വെറുപ്പും വാസ്തവമായി ദൈവജനം മനസ്സിലാക്കിയാൽ വേർപാട് ജീവിതം പ്രയാസമല്ല. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. നോക്കിക്കാട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നുള്ളതുപോലെ
വിദേശ രാജാക്കന്മാരുടെ കയ്യിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും അപമാനത്തിനും ഏൽപ്പിക്കപ്പെട്ടിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഇതുപോലെ ചെയ്തത് നിമിത്തം ഞങ്ങൾ എവിടെ പോയി അവസാനിച്ചെന്നുള്ളത് ഞങ്ങൾക്കറിയാമെന്ന്. അപ്പോൾ എസ്രാ ശാസ്ത്രി പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവമേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഇതിൻ്റെ പരിണിത ഫലം, ദൈവമക്കളായതുകൊണ്ട് തമ്പുരാൻ ശിക്ഷിക്കാതെ വിടത്തില്ല, ബാലശിക്ഷ അയക്കും. ജനത്തെ പ്രവാസത്തിലേക്ക് അയച്ചു. ഇങ്ങനെയാണ് 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ കോൺസിക്വൻസ് ഓഫ് സിൻ? ഞങ്ങളുടെ പാതകത്തോടുകൂടെ ഇതാ ഞങ്ങൾ നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. ഞങ്ങളുടെ ഈ കുറവോടുകൂടെ ഇപ്പം നീ ഇരിക്കുന്നു. അത് നിമിത്തം നിൻ്റെ മുമ്പാകെ നിൽക്കാൻ ആർക്കും കഴിയുന്നുമില്ല. ദാറ്റ് സെപ്പറേഷൻ ഫ്രം ഗോഡ്. കർത്താവേ, ഞങ്ങളിവിടെ ഇരിക്കുക, പക്ഷേ നിൻ്റെ മുമ്പിൽ ഈ പാതകത്തോടെ എങ്ങനെ നിൽക്കാൻ കഴിയും? ആ ഒരു വലിയ കാഴ്ചപ്പാട്. ഹൗ ക്യാൻ ബി? ഈ ദൈവികമായ ആരാധനയിലും കർത്തൃമേശയിലുമൊക്കെ ലാഘവത്തോടെ വന്ന് പങ്കെടുക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ ചിന്ത നമ്മെ ഭരിക്കണം. ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ വന്നു ചേരാൻ ഒക്കത്തില്ല. അദ്ദേഹം മനസ്സിലാക്കിയ വേറൊരു കാര്യം കൂടെ, പാപത്തിൽ നിരന്തരമായി ജീവിച്ചാൽ, ഇഫ് യു കണ്ടിന്യൂ ഇൻ ദാറ്റ് സിൻ, അതിൻ്റെ പരിണിത ഫലം 14-ാമത്തെ വാക്യത്തിൽ നോക്കിക്കാട്ടെ. ഇങ്ങനെ ചെയ്താൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ചെയ്തപ്പോൾ സംഭവിച്ചത് ഞങ്ങൾ കണ്ടു. ഇനി ഞങ്ങൾ ഇത് ചെയ്താൽ ഒരു ശേഷിപ്പോ തെറ്റി ഒഴിഞ്ഞവരോ ഉണ്ടാകാതെ വണ്ണം നീ ഞങ്ങളെ മുടിച്ചു കളവോളം ഞങ്ങളോട് കോപിക്കയില്ലയോ? ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിലേ ദൈവജനത്തിൻ്റെയും നമ്മുടെ നടുവിലുമുള്ള ഈ പാപത്തിൻ്റെ പരിണിത ഫലം, ദൈവകോപം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രാർത്ഥന എത്ര ശക്തമായിരിക്കുമെന്നറിയാവോ? കൂടെ കൂടെ ശാസന കേട്ടിട്ട് സാക്ഷ്യം കാണിച്ചാൽ, അതാണ് എസ്രാ പറയുന്നത്. പിതാക്കന്മാരുടെ കാലത്ത് ചെയ്തു, ദൈവമേ നീ അങ്ങോട്ട് അയച്ചു, എങ്കിലും കരുണ കാണിച്ച് ഞങ്ങളെ മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ ഇതേ പ്രവൃത്തിയിൽ ഞങ്ങൾ തുടർന്നാൽ നീ എന്ത് ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നീ ഞങ്ങളോട് കോപിക്കുകയില്ല. അപ്പോൾ പാപം അവരുടെ നടുവിൽ ഉള്ളത് കൊണ്ടുള്ള അവരനുഭവിക്കുന്ന കാര്യം, ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യം അദ്ദേഹത്തിന് ആദ്യം ബോധ്യമായി. 2, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായ ദുഃഖം. നോട്ട് ഓൺലി അവയർനെസ് ഓഫ് സിൻ, ദ സോറോ ബിക്കോസ് ഓഫ് സിൻ. ഈ ആരോ ഒരാൾ പറഞ്ഞു, നമ്മളെ എന്ത് വിഷയത്തിൻ്റെ മുമ്പിലാണ് ചിരിക്കുന്നതെന്നറിയാം, നമ്മുടെ സ്വഭാവം അറിയാം. ശരിയാ, വാട്ട് മേക്സ് യു ലാഫ് അറിയാം, നമ്മുടെ സ്വഭാവം എന്താണ് ഏകദേശം. എന്നാൽ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ വാട്ട് മേക്സ് യു ക്രൈ, എന്താ നമ്മളെ വിലാപത്തിലേക്ക്, ദുഃഖത്തിലേക്ക് നയിക്കുന്നത്? വാട്ട് മേക്സ് യു സോറോഫുൾ? ഈ ഭക്തനായ മനുഷ്യൻ ഈ വർത്തമാനം കേട്ടപ്പോൾ, ഞാൻ എൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി എൻ്റെ തലയിലും താടിയിലുള്ള രോമം വലിച്ച് പറിച്ച് സ്തംഭിച്ച് കുത്തിയിരുന്നു. ആ ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് ഒരു വാക്ക് പോലും നടന്ന് പ്രസംഗിക്കാതെ ദൈവജനത്തെ മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. മാൻ ഫുൾ ഓഫ് സോറോ ഫോർ സിൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജനത്തിൻ്റെ നടുവിലുള്ള പാപത്തെക്കുറിച്ച് ഇന്ന് കരയുന്നവർ ചുരുക്കമാണ്, ഞാൻ ഉൾപ്പെടെ. നമ്മുടെ കണ്ണുകൾ ഈ വിഷയത്തിൻ്റെ മുമ്പിൽ നിറയുന്നില്ല.
ഈ വിഷയത്തിൻ്റെ മുമ്പിൽ നിറയുന്ന കണ്ണുകളുള്ള ഒരു ഭക്തൻ നമ്മുടെ ദേശത്ത് എഴുന്നേറ്റാൽ യെസ്രായുടെ കാലത്ത് നടന്നതുപോലെ ഒരു വലിയ ഉണർവ് ദൈവജനത്തിൻ്റെ നടുവിലുണ്ടാകും. അതുകൊണ്ടാണ് ദൈവമക്കളെ ഓർക്കണം, കൺവെൻഷൻ പ്ലാറ്റ്ഫോമിലായിരിക്കണമെന്നില്ല. നിങ്ങളുടെ ഭവനങ്ങളുടെ ഉൾമുറിയിൽ നിലത്ത് വിരിച്ചിരിക്കുന്ന പായുടെ മുകളിൽ മുട്ടുകുത്തി കണ്ണുനീരൊഴുക്കിയാൽ ഒരു ദേശത്തെ മുഴുവൻ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുത്താൻ കഴിയും. ഡീപ്പ് സോറോ, ഈ പാപം അദ്ദേഹത്തിൻ്റെ മേൽ, പാപത്തെക്കുറിച്ചുള്ള വർത്തമാനം അദ്ദേഹത്തിലുണ്ടാക്കിയ രണ്ടാമത്തെ കാര്യം വലിച്ചു പറിക്കുക മാത്രമല്ല, ഈ സ്തംഭിച്ചു പോയെന്ന്. നമ്മൾ വല്ല ആക്സിഡൻ്റൊക്കെ കണ്ടാൽ സ്തംഭിച്ചു പോകും. ദൈവജനത്തിൻ്റെ പാപം കണ്ടാൽ നമുക്ക് അങ്ങനെ സ്തംഭനമൊന്നും വരത്തില്ല. ഇത് ആലോചിച്ച് നോക്കി, ഒരു വലിയ ട്രാജിക് സിറ്റുവേഷനൊക്കെ കണ്ടാൽ അയ്യോ സ്തംഭിച്ചു പോയി. അദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ ഈ അശുദ്ധി കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയെന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ദൈവജനം ആരായിരിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹി ന്യൂ വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ഗോഡ്സ് പീപ്പിൾ ഷുഡ് ബി ലീഡിങ്. അതുമാത്രമല്ല, ഇത് നിമിത്തം ഉണ്ടായ ഒരു ലജ്ജ നോക്കിയ 6-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ദൈവമായ നിങ്കലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നെന്ന്. ലോർഡ് ഐ ആം അഷെയിംഡ്. ആരോ ഒരാൾ പറഞ്ഞു ഇപ്പോഴത്തെ തലമുറയ്ക്ക് ബ്ലഷ് ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലുള്ള വഴികേടുകളെ അതിനെക്കുറിച്ചൊന്നും ഒരു ലജ്ജയേ ഇല്ല. ഈ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന എത്ര അന്വർത്ഥമാണ്. ലജ്ജയായതിൽ ഇപ്പം മാനം തോന്നുക. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട വേർപെട്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ അശുദ്ധി കാണുമ്പോൾ അവൻ്റെ ഹൃദയം സ്തംഭിക്കും, അവന് ലജ്ജ ഉണ്ടാകും. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപം നമ്മെ ഈ അനുഭവത്തിലേക്ക് നയിക്കണം. ഷെയിം ഫോർ സിൻ. അത്രമാത്രം ഈ മനുഷ്യൻ ദുഃഖിച്ചു. ഈ ഒരു അനുഭവം തന്നെ എന്തു വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയെന്ന് നോക്കിക്കേ. 4-ാമത്തെ വാക്യം, പ്രവാസികളുടെ അകൃത്യം നിമിത്തം ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരൊക്കെയും എൻ്റെ അടുക്കൽ വന്നുകൂടി. ഈ സ്തംഭിച്ച് ലജ്ജിച്ച് ദുഃഖിച്ച് വിലപിച്ചിരിക്കുന്ന ഈ ഒരു മനുഷ്യൻ്റെ അടുക്കൽ ദൈവവചനത്തിൽ വിറയ്ക്കുന്ന അനേകർ വന്നുകൂടി. നോട്ടീസ് അയച്ചോന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും വാട്സപ്പില്ലായിരുന്നു. പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൻ്റെ അടുക്കൽ ഒരു കൂട്ടം ജനം വന്നുകൂടി. ദൈവരാജ്യ പ്രവർത്തനത്തിലിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഇതൊരു വലിയ ദൂതാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുന്ന ഭക്തൻ്റെ അടുക്കൽ ചേർന്നിരിക്കാൻ ദൈവം ജനത്തെ ഒരുക്കും. ഇനി നോക്കാട്ടെ, ഇത് അനുതാപത്തിലേക്ക് നയിച്ചു. പാപത്തെക്കുറിച്ച് ലജ്ജിച്ചു, ദുഃഖിച്ചു, സ്തംഭിച്ചു. ദാറ്റ്സ് നോട്ട് ദി എൻഡ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഒരല്പം കണ്ണുനീരൊക്കെ ഒഴിക്കും. എന്നാൽ ഇത് അടുത്ത പടിയിലേക്ക് കൊണ്ടുപോകണം, അനുതാപത്തിലേക്ക്. നോക്കാട്ടെ ഈ ഭക്തൻ എന്ത് ചെയ്തെന്ന്. സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് 5-ാം വാക്യം, ഞാൻ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എൻ്റെ ദൈവമായ യഹോവയിലേക്ക് കൈമലർത്തി. വിത്ത് എ ബ്രോക്കൺ ഹാർട്ട്, ഹൃദയം തകർന്ന്. ഒരു വിധത്തിൽ കർത്താവിൽ പ്രസിദ്ധനായ ബോബ് പിയേഴ്സ് പറഞ്ഞത് നമ്മൾ ഈ കാലത്ത് പറയണം, കർത്താവേ
വാട്ട് ബ്രേക്സ് യുവർ ഹാർട്ട്, ലെറ്റ് ഇറ്റ് ബ്രേക്ക് മൈ ഹാർട്ട് ഓൾസോ. തമ്പുരാൻ ഹൃദയത്തിൽ ദുഃഖിക്കുന്നെങ്കിൽ ദൈവജനത്തിൻ്റെ നടുവിലുള്ള ഈ അനുഭവം കണ്ടാണ് ദുഃഖിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. യെരുശലേമിൻ്റെ പുറത്ത് ഇരുന്ന് കരഞ്ഞ കർത്താവ് കരഞ്ഞത് എന്തിനാണെന്നറിയാം? യെരുശലേമിൻ്റെ ദുസ്ഥിതി കണ്ടാണ്. ദൈവത്തിങ്കിലേക്ക് ചേർന്നിരിക്കേണ്ടവർ എത്ര പ്രാവശ്യം ചേർക്കാൻ മനസ്സുണ്ടായിരുന്നു. മനസ്സില്ലാത്തൊരു സമൂഹത്തെ നോക്കി എൻ്റെ കർത്താവ് പൊട്ടിക്കരഞ്ഞു. യെരുശലേമേ, യെരുശലേമേ, ബ്രോക്കൺ ഹാർട്ട്. 2, വിനയത്തോടെ മേലങ്കിയോടും കൂടെ എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി. മുട്ടുകുത്തുന്നത് ആക്ഷരികമായി മുട്ടുകുത്തുക എന്നുള്ളതിനേക്കാൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ടു എന്നുള്ളതാണ്. കർത്താവേ, ഞാൻ യോഗ്യനല്ല. ദൈവജനത്തിൻ്റെ നടുവിലുള്ള അശുദ്ധി കാണുമ്പോൾ നമ്മളെ അഹന്തയിലേക്ക് നയിക്കരുത്. കർത്താവേ, അത്രയൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലെന്നല്ല. എൻ്റെ ഹൃദയം തകരുന്നു കർത്താവേ, നിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഐ ഹംബിൾ മൈസെൽഫ്. അടുത്ത് തന്നെ വളരെ സന്തോഷിപ്പിച്ച് 9-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, ദൈവമായ യഹോവയിലേക്ക് കൈ മലർത്തി. ഈ കൈ മലർത്തുന്നത് എന്തോ സ്വീകരിക്കാനൂടാ. ഈ കരയുന്ന ദൈവവേദൽ വളരെ പ്രതീക്ഷയോടെയാണല്ലോ. ദർ ഈസ് എൻ എക്സ്പെക്റ്റൻസി. ഹൃദയനുറുക്കത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് അദ്ദേഹം കൈ അങ്ങോട്ട് മലർത്തുകയാണ്. എക്സ്പെക്റ്റിംഗ് ഗോഡ് ടു ആൻസർ. അദ്ദേഹത്തിൻ്റെ അനുതാപത്തിൻ്റെ അടുത്ത പടി ഏറ്റുപറച്ചിലാണ്. അപ്പോൾ ദുഃഖിച്ചു, സ്തംഭിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം തകർന്നു, താഴ്മയോടെ വന്നു. ഇനി നോക്കിക്കാട്ടെ ഏറ്റുപറയുന്നത് എങ്ങനെയാണ്. 9-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെയും ഈ നേച്ചർ ഓഫ് സിൻ. കർത്താവ് ഇത് 51-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ അനുതാപത്തിൽ പറഞ്ഞതുപോലെ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ലോർഡ്, ദ പ്രൊപ്പൻസിറ്റി ടു സിൻ ഇൻ മൈ ലൈഫ്. പാപം ചെയ്യാനുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു പ്രത്യേക ഇൻക്ലിനേഷൻ ഇത് ഞങ്ങളിലുണ്ട് കർത്താവേ. അത് അദ്ദേഹം സമ്മതിച്ച് എസ്രായും കൂടെ ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. 2, പാപം പ്രത്യേകമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞു. ബി വെരി സ്പെസിഫിക് അബൌട്ട് സിൻ. 9-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, നിൻ്റെ കൽപ്പനകൾ നീ അരുളി ചെയ്ത, ഈ പ്രവാചകന്മാർ മുഖാന്തരം നീ അരുളി ചെയ്ത കൽപ്പനകളെ ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. 14-ാം വാക്യത്തിലും നിൻ്റെ കൽപ്പനകളെ വീണ്ടും ലംഘിച്ചു. ദൈവത്തോട് പറയുന്നത് എന്താണെന്നറിയാം? കർത്താവേ, ഐ ഹാവ് ബ്രോക്കൺ ദ ലോ. വി ഹാവ് ബ്രോക്കൺ ദ ലോ. അവിടെ ഒന്നും അങ്ങ് പൊതിഞ്ഞൊന്നുമല്ല പറയുന്നത്. നിൻ്റെ കൽപ്പന, നിൻ്റെ പ്രമാണം ഞങ്ങൾ തെറ്റിച്ചു കർത്താവേ. പലപ്പോഴും ഈ വിശ്വാസികളുടെ അനുതാപ പ്രഹസനമായി മാറുന്നതിൻ്റെ കാരണം പാപമായി പറയത്തില്ല. പുരോഹിതൻ പറയുകയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ കൽപ്പനകളെ ഞങ്ങൾ ലംഘിച്ചു, നിൻ്റെ കൽപ്പനകളെ ഞങ്ങൾ ഉപേക്ഷിച്ചു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, പാതകത്തോടുകൂടെ ഇതാ ഞങ്ങൾ നിൻ്റെ മുമ്പാകെ ഇരിക്കും. ഞാൻ എൻ്റെ മുമ്പാകെ ഇരിക്കുമ്പോഴേ ഞാൻ ഇപ്രകാരം അതിനെ പാരഫ്രൈസ് ചെയ്ത് പറയട്ടെ. വെൻ ഐ സിറ്റ് ബിഫോർ യു, വെൻ വി സിറ്റ് ബിഫോർ യു, വി ആർ ഗിൽറ്റി. ലംഘനങ്ങൾ ചെയ്തു, ഞങ്ങൾ കുറ്റക്കാരാണ് കർത്താവ്.
അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞു. അടുത്തതായി നമ്മൾ കാണുന്നത് അദ്ദേഹം ദൈവത്തിൻ്റെ കരുണയിൽ, ദൈവത്തിൻ്റെ ദയയിൽ അദ്ദേഹം ആശ്രയിക്കുകയാണ്. അത് പഴയ കാലത്തേക്ക് നോക്കുകയാണ്. 8-ാമത്തെ വാക്യത്തിൽ, ഞങ്ങളുടെ ഒരു ശേഷിപ്പിനെ നീ രക്ഷിച്ചു, നിന്നെ അനുസരിക്കാത്ത ഒരു സമൂഹത്തെ നീ പ്രവാസത്തിലേക്ക് അയച്ചു എങ്കിലും നീ ഒരു ശേഷിപ്പിനെ അവിടുന്ന് രക്ഷിച്ച് നിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് ഞങ്ങൾക്കൊരു ക്ഷണനേരത്തേക്ക് ഉള്ള ഞങ്ങളുടെ ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കുന്നു. കർത്താവേ, നീ കൃപ കാണിച്ചു. യു ഹാവ് ഷോൺ മേഴ്സി. അനുതാപത്തോടെ വരുന്നതിൻ്റെ അടിസ്ഥാനം എന്നാണെന്നറിയാം. ദുഃഖത്തോടെയും വിനയത്തോടെയും വരുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാം. അവൻ്റെ സ്ഥലം കരുണയുടെ സ്ഥലമാണ്. God's throne is throne of mercy. It's merciful. ഇന്ന് രാത്രിയും ഞാൻ പറയട്ടെ, ദേശത്തിൻ്റെ ഈ വലിയ ദുഷിച്ച അവസ്ഥയും അവിടെ നമുക്ക് നിർത്തേണ്ട ആവശ്യമില്ല. ഒന്ന് ഞാൻ ചേർത്ത് പറയട്ടെ, നമ്മുടെ സ്വന്തം ജീവിതത്തിലുള്ള വൈകല്യങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ഏറ്റു പറയാൻ മടിക്കണ്ട. കാരണം കരുണ കാണിക്കുന്ന സ്ഥലമാണ്. ഗോഡ് വിൽ ഷോ മേഴ്സി. പഴയ കാലത്തേക്ക് നോക്കി, കർത്താവ്, ഞങ്ങളുടെ പിതാക്കന്മാർ അവരനുസരണക്കേട് കാണിച്ചു പ്രവാസത്തിൽ പോയി, എങ്കിലും നീ ഒരു ശേഷിപ്പിനെ നീ അവിടെ വെച്ചേച്ചു, നീ അവരോട് കരുണ കാണിച്ചു. ലോർഡ്, വി ഹാവ് സീൻ ദാറ്റ് യു ഹാവ് ഷോൺ മേഴ്സി. ആ മേഴ്സിക്കുള്ള ഒരു പ്രത്യേകത, ദൈവത്തിൻ്റെ കരുണയുടെ പ്രത്യേകത. 9-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ. ഗോഡ്സ് മേഴ്സി, ബിക്കോസ് ഓഫ് ഗോഡ്സ് മേഴ്സി ഹി വിൽ നോട്ട് റിജക്റ്റ് ദ ഫെയിൽഡ് വൺസ്. ഈ പരാജയപ്പെട്ട ഈ ദൈവജനത്തെ ഉപേക്ഷിക്കാത്തൊരു ദൈവം. വാസ്തവത്തിൽ അതങ്ങോട്ട് നമ്മുടെ ഹൃദയത്തിലോട്ട് പോകുമ്പോൾ തമ്പുരാനൊരു 1000 സ്തോത്രം ചെയ്യണം. എത്രയോ പ്രാവശ്യം ദൈവം ആഗ്രഹിക്കുന്നതിൽ നിന്നൊക്കെ എത്ര വ്യത്യസ്തമായി വീണുപോയതാ, എന്നാൽ തള്ളിക്കളഞ്ഞില്ലല്ലോ. വണ്ടർഫുൾ മേഴ്സി ഇല്ലേ? ചെറുതാണോ? ലോകമായിരുന്നെങ്കിൽ എന്നേ തള്ളിക്കളഞ്ഞേനെ. തള്ളിക്കളഞ്ഞില്ല. മേഴ്സി ദാറ്റ് ഡസ് നോട്ട് റിജക്റ്റ് ദ ഫെയിൽഡ് വൺസ്. 2, ഈ ദൈവം അവരോട് കരുണ കാണിച്ചുകൊണ്ട് ഇപ്പോൾ കരുണ കാണിക്കണമെന്ന് പറയാൻ വരികയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? പുറകോട്ട് നോക്കുകയാണ്. പ്രവാസത്തിൽ പോയ ജനത്തോട് അവരെ ഉപേക്ഷിച്ചില്ല. 2, അവരെ മടക്കിക്കൊണ്ടുവന്ന് ദൈവാലയം പണിത് അവിടെ ആരാധിപ്പിച്ചു. brought them back to worship. ആരാധനയിൽ നിന്നൊക്കെ അങ്ങ് പോയ ഈ വ്യക്തിയെ ദൈവം മടക്കിക്കൊണ്ടുവന്ന് ആരാധന ഉള്ളിലാക്കി. കരുണയല്ലേ? സ്തോത്രഗാനം നിന്നുപോയവൻ്റെ ഉള്ളിൽ വീണ്ടും സ്തോത്രഗാനം കൊടുത്തു. അതുമാത്രമല്ല, അതിൻ്റെ ശൂന്യങ്ങളെ നന്നാക്കുകയും പണിയുകയും. ദൈവത്തിൻ്റെ പദ്ധതിയല്ലേ? അവസാനം പറഞ്ഞിരിക്കുകയാണ്, നീ അങ്ങോട്ട് പോയി പ്രവാസത്തിലേക്ക് പോയ ജനത്തോട് നീ കരുണ കാണിച്ചപ്പോൾ നീ അവരെ തള്ളിക്കളഞ്ഞില്ലെന്ന് മാത്രമല്ല, ആരാധിപ്പിച്ചെന്ന് മാത്രമല്ല, അവരുടെ ശൂന്യസ്ഥലങ്ങളെ പണിതെന്ന് മാത്രമല്ല. 9-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നോക്കിക്കാട്ടെ, ജീവശക്തി നൽകുവാനും, അവസാന ഭാഗം, യഹൂദയിലും യെരൂശലേമിലും ഞങ്ങൾക്കൊരു സങ്കേതം തരുവാനും, സെക്യൂരിറ്റി തിരിച്ചു കൊണ്ടുവന്ന ഈ പട്ടണത്തിലാക്കി ഞങ്ങൾക്കൊരു ഭദ്രത നീ തന്നു. വൈ? മേഴ്സി ഓഫ് ഗോഡ്. അത് ഓർത്തുകൊണ്ട് പറയുകയാണ്, കർത്താവേ, നീ അന്ന് ചെയ്തെങ്കിൽ ഞങ്ങളുടെ ഈ അവസ്ഥയിൽ ഇന്നും നീ ചെയ്യണം. വി ആർ കമ്മിങ് ടു യു ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് മേഴ്സി. നിന്റെ കരുണയിൽ മാത്രം ഞങ്ങൾ അടുത്തു വരുന്നു. തള്ളിക്കളയാത്തവനെ, മടക്കി ആരാധനയിലേക്ക് കൊണ്ടുവരുന്നവനെ, ഭദ്രതയിലേക്ക് കൊണ്ടുവരുന്നവനെ നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നോയിക്കാട്ടെ, ഈ മനുഷ്യൻ്റെ അനുതാപവും നിലവിളിയും പ്രാർത്ഥനയും എന്തോ ചെയ്തെന്ന് നോയിക്കാട്ടെ.
10-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. എസ്ര ഇങ്ങനെ ദൈവാലയത്തിൻ്റെ മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേലിയരുടെ ഏറ്റവും വലിയൊരു സഭ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ആര് പറഞ്ഞിട്ടാ? എസ്രാ പുരോഹിതൻ എവിടെയായിരുന്നു നമുക്കറിഞ്ഞുകൂടാ. എവിടെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ ഇരുന്നതെന്നും അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ആലയത്തിൻ്റെ പൂമുഖത്തായിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ. അദ്ദേഹം ഇങ്ങനെ വിലപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേല്യരുടെ ഏറ്റവും വലിയൊരു സഭ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ഇപ്പോൾ നമ്മൾ ഉണർവ് ആഗ്രഹിക്കുന്നെങ്കിലേ ഈ ഒരു പടിയിലേക്ക് നമ്മൾ പോകണ്ടേ. നമ്മൾ സാധാരണ ഞങ്ങളുൾപ്പെടെ പറയുന്നു, ജനത്തിനിപ്പോൾ താല്പര്യമില്ല, തണുത്തുപോയി, പഴയതുപോലെയുള്ള ഒരു ശക്തി ഒന്നും ഇല്ല. അവസാനം പറയും ശരിയാകുമെന്ന് തോന്നുന്നുമില്ല. എസ്ര അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ? ഒരിക്കൽ ഈ പാപം ചെയ്ത ജനത്തിന് ഇങ്ങനെ വന്നിട്ട് വീണ്ടും അവരുടെ തലമുറ ഇതിലേക്ക് പോയപ്പോൾ അദ്ദേഹം മടുത്തു പോകുകയല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ഒരു വലിയ സമൂഹം വന്നുകൂടി. പ്രൈസ് ദി ലോർഡ്. പവർ ഓഫ് പ്രേയർ. കണ്ണുനീരിന് ഏറിയ ഫലമുണ്ട്. കർത്താവിൽ പ്രസിദ്ധനായ C.H. സ്പർജൻ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ദ ലെങ്ത് ഓഫ് യുവർ പ്രേയർ ബട്ട് ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് യുവർ പ്രേയർ. പ്രാർത്ഥനയുടെ ദൈർഘ്യമല്ല, പ്രാർത്ഥനയുടെ ശക്തിയാണ് ഫലമുണ്ടാക്കുന്നത്. ആ ശക്തി എവിടെ നിന്നാണ് ഉണ്ടായെന്ന് നോക്കിക്കേ. തകർന്ന ഹൃദയത്തിൽ വിനയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിലവിളിച്ചപ്പോൾ വലിയൊരു സമൂഹം. ഈ വചനം പറയുമ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ എല്ലാ ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തിലും ഉണ്ടാകേണ്ട ഒരു താല്പര്യം, കർത്താവേ 2022 ഞങ്ങളുടെ നടുവിൽ ഇതൊന്ന് വീണ്ടും സംഭവിച്ച് കാണാൻ ഇടയാകണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ എസ്രായെ പോലെ നമുക്ക് ഒന്ന് കരയാം. ആൾ കൂടിയെന്ന് മാത്രമല്ല, ശെഖന്യാവെന്ന് എസ്രായോട് പറഞ്ഞു നോക്കിക്കാട്ടെ. ഒരു നേതൃത്വ നിലയിലുള്ളൊരു ഭക്തനാണ്. നമ്മൾ ആ വേദഭാഗം വായിക്കുമ്പോൾ കാണാൻ. അദ്ദേഹം ഉടനെ വന്ന് പറയുകയാണ്, 10-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ജനം വന്നു, നേതൃത്വ നിലയിലുള്ള ഒരാൾ വന്നിട്ട് പറയുകയാണ്, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. എസ്രാ പുരോഹിത, നീ പറഞ്ഞത് ശരിയാണ്, ഞാനും അതിനോട് കൂട്ടുചേരുന്നു. ഐ എൻഡോഴ്സ് ഇറ്റ്. അന്യജാതിക്കാരികളെ വിവാഹം ചെയ്തിരിക്കുന്നു. ഇനി അദ്ദേഹം പറയുന്നതൊരു കാര്യമുണ്ട്. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. അപ്പോൾ കരഞ്ഞു വിലപിക്കുന്ന ഭക്തൻ്റെ അടുക്കൽ വേറൊരു ഭക്തൻ വന്ന് പറയുകയാണ്, നീ പറയുന്നത് ശരിയാണ്, നീ പ്രാർത്ഥിക്കുന്നത് ശരിയാണ്, എങ്കിലും ഈ ജനത്തിന് ഇനിയും പ്രത്യാശയുണ്ട്, ഇനിയും പ്രത്യാശ. അപ്പോൾ നോക്കിക്കോണേ, ജനത്തെ കൊണ്ടുവന്നു, 2 പ്രോത്സാഹിപ്പിക്കുന്ന ഒരുത്തനെ കൂടെ കൊണ്ടുവന്നു. വിളിച്ചതുകൊണ്ടല്ല, ഓടി വന്നു. അപ്പോൾ മുട്ടുമ്മേ നിന്നാൽ ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാവും. ദൈവം കൂട്ടിക്കൊണ്ടുവരേണ്ടവരെ കൂട്ടിക്കൊണ്ടുവരും. പ്രോത്സാഹനം തരാൻ താല്പര്യമുള്ളവരെ ദൈവം തക്ക സമയത്ത് കൊണ്ടുവരും. അതുമാത്രമല്ല, ആ ജനമൊക്കെ എന്ത് ചെയ്യുവാൻ തീരുമാനിച്ചെന്ന് നോക്കിക്കാട്ടെ. നിർണയപ്രകാരം നീക്കിക്കളയുവാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക. 10-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം.
ലെറ്റ് us മേക്ക് എ ഡിസിഷൻ. ഒരു തീരുമാനത്തിലേക്ക് വരിക. ജനം വന്നു. പ്രോത്സാഹിപ്പിക്കുന്നവൻ, കൈത്താങ്ങൾ തരുന്നവനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ജനത്തിൻ്റെ ഉള്ളിൽ ഒരു തീരുമാനത്തിലേക്ക്. ഒരല്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ചില സ്ഥലത്തൊക്കെ ചില കാര്യം നടക്കാൻ എത്ര മാത്രം ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. എന്നാൽ തീരുമാനത്തിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്. അപ്പോൾ നാളുകളായിട്ട് തീരുമാനത്തിലേക്ക് വരാത്തൊരു സമൂഹം പെട്ടെന്ന് പറയുകയാണ്, നമുക്കൊരു നിയമം ചെയ്യാം, ലെറ്റ് us ടേക്ക് എ ഡിസിഷൻ. ഇനി നോക്കിക്കാട്ടെ, പ്രഭുക്കന്മാരോടും ലേവ്യരോടും എല്ലാ ഇസ്രായേലിനെ കൊണ്ടും ഇദ്ദേഹം സത്യം ചെയ്യിപ്പിച്ചു. ആ സത്യം ചെയ്യിപ്പിച്ചു. ഇനി നമ്മൾ കാണുന്നത് 10-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ആ ഒരു തീരുമാനം വന്നു കഴിയപ്പോൾ കുറച്ച് പേര് വന്നുകൂടിയല്ലോ. ആ സമൂഹത്തിൽ ഇസ്രായേലിലുള്ള അതേ ആ ജനത്തെ മുഴുവൻ, യെരുശലേമിലുള്ള ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി. 2, അവർ വന്ന സമയത്ത് വളരെ വൻമഴ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഞാനിത് വായിച്ചപ്പോൾ ഓർത്തു. നോക്കിക്കാട്ടെ, 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, വന്നുകൂടി 9-ാം മാസം 20-ാം തീയതി ആയിരുന്നു. സകല ജനവും ആ കാര്യം ഹേതുവായിട്ടും വൻമഴ നിമിത്തവും വിറച്ചുകൊണ്ട്. ആ സീസൺ ഡിസംബർ ആയിരുന്നെന്നാണ് പറയുന്നത്. വലിയ മഴയുടെ സമയത്ത് ഈ ജനം വന്നുകൂടി. ചാറ്റമഴയുണ്ടേൽ വരാത്ത കാലത്ത് വൻമഴയുടെ നടുവിൽ ഷിവറിംഗ് ആണ്, എങ്കിലും വന്നുകൂടി. ഈ ദൈവികമായ ആത്മാവ് മനുഷ്യഹൃദയത്തിൽ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ പിന്നെ തടസ്സങ്ങളൊന്നും എക്സ്ക്യൂസസ് അല്ലല്ലോ. അവർ വന്നുകൂടിയപ്പോൾ പ്രവാചകൻ, പുരോഹിതൻ, എസ്രാ പുരോഹിതൻ അവരോട് പറയേണ്ടത് പറഞ്ഞു. നിങ്ങൾ ദ്രോഹം ചെയ്ത് ഇസ്രായേലിൻ്റെ കുറ്റത്തെ വർദ്ധിപ്പിക്കേണ്ടത് അന്യജാതിക്കാരുത്തികളെ വിവാഹം കഴിച്ചിരിക്കുന്നു. യു ഹാവ് മിക്സ്ഡ് വിത്ത് ദ റോങ് ക്രൗഡ്. നിങ്ങൾ ഇടകലർന്നു, തെറ്റി. ദൈവദാസന് വാക്കുകൾ ഒന്നും മറച്ചു വെച്ചോണ്ടല്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, നിങ്ങൾ ദ്രോഹം ചെയ്തു. ചില കുറവൊക്കെ സംഭവിച്ചെന്നല്ല, നിങ്ങൾക്ക് ഒരു സ്വല്പം രൂപാന്തരം ഉണ്ടാകണമെന്നൊന്നുമല്ല പറഞ്ഞ്. നിങ്ങൾ ദ്രോഹം ചെയ്തു, ദൈവത്തെ ദുഃഖിപ്പിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജനത്തിനുണ്ടായ പ്രതികരണം നോക്കിയ 12-ാമത്തെ വാക്യത്തിൽ അതിന് സർവ്വസഭയും ഉറക്ക ഉത്തരം പറഞ്ഞു, നീ ഞങ്ങളോട് പറഞ്ഞ വാക്കുപോലെ തന്നെ ഞങ്ങൾ ചെയ്യേണ്ടതാണ്. ജനം പ്രതികരിക്കും ദൈവമക്കളെ. നമ്മുടെ അടുത്ത തലമുറ പ്രതികരിക്കും ദൈവമക്കളെ. ഇന്ന് മറുതലിക്കുന്നവർ പ്രതികരിക്കും ദൈവമക്കളെ. ഈ വളരെയധികം തണുത്ത ആത്മീക കാലഘട്ടത്തിന് ഒരു മാറ്റം ഉണ്ടാകും. വിലപിക്കുന്ന ഒരു എസ്രാ പുരോഹിതൻ, കണ്ണുനീർ വാർക്കുന്ന ഒരു എസ്രാ പുരോഹിതൻ ദേശത്ത് എഴുന്നേറ്റാൽ ദേശത്തെ ദൈവം ഉണർവിലേക്ക് നയിക്കും. 17-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ, അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരിക്കുന്ന സകല പുരുഷന്മാരുടെയും കാര്യം അവർ 1-ാം മാസം 1-ാം തീയതി കൊണ്ട് തീർത്തു. അവരുടെ ഒക്കെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചു. അതായത് മറ്റ് ജാതികളിൽ നിന്ന് വിവാഹം ഇസ്രായേലിലേക്ക് നടന്നിട്ടൊക്കെയുണ്ട്. നമുക്ക് രാഹാബിനെ കുറിച്ച് അറിയാമല്ലോ, രൂത്തിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ. എന്നാൽ വിശ്വാസത്തിലേക്ക് വരാത്ത ഒരു വ്യക്തിയുമായി ഇടകലർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ആ തീരുമാനത്തിൽ അങ്ങനെ ബന്ധത്തിൽ വന്നവർ ഒരു പക്ഷേ തങ്ങളുടെ ജീവിത പങ്കാളികൾ ആ അനുഭവത്തിലേക്ക് വരികയോ വരാത്തത് നിമിത്തം അവർ വേർപെടുകയോ ചെയ്ത് കാണും. നമുക്കറിഞ്ഞുകൂടാ. പഴയ നിയമകാലമാണ്, ടൈംസ് ഓഫ് ലോ.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ. യഥാസ്ഥാനപ്പെടണമെങ്കിൽ പാപത്തെ വളരെ കഠിനമായി കൈകാര്യം ചെയ്യണം. ലാഘവത്തോടെ കൈകാര്യം ചെയ്താൽ യഥാസ്ഥാനം പൂർത്തീകരണത്തിലേക്ക് വരത്തില്ല. റാഡിക്കലി ഡീൽ വിത്ത് സിൻ, അതാണ് അവിടുത്തെ ദൂത്. നമ്മളവിടെ നിന്നുകൊണ്ട് ഇത്രയും സ്ത്രീകളെ ഉപേക്ഷിച്ചോ ഇല്ലയോ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ദൈവം പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ദ്രോഹം നിങ്ങൾ അതികഠിനമായി കൈകാര്യം ചെയ്യണം, ദാക്ഷിണ്യത്തോടെ അല്ല. ഇന്ന് അനേക വിശ്വാസികളും ആത്മശക്തി അനുഭവിക്കാത്തതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിലെ കുറവുകളെ അവർ തലോടുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ ആ ശക്തി പൊങ്ങാതെ വണ്ണം നാം അതിനെ അടിച്ചമർത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ബട്ട് വി ഹാവ് നോട്ട് റാഡിക്കലി ഡെൽറ്റ് വിത്ത് ഇറ്റ്. ദൈവം ഒരു പുരോഹിതനെ എഴുന്നേൽപ്പിച്ച് അവൻ കരഞ്ഞ് വിലപിച്ച് പ്രാർത്ഥിച്ച് ദൈവജനത്തിൻ്റെ നടുവിൽ അവരുടെ കുറവുകളെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു സമൂഹം മുഴുവൻ യഥാസ്ഥാനപ്പെട്ടു. ഇതിൻ്റെ പരിണിത ഫലമൊന്നും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും എൻ്റെ പരിപൂർണ വിശ്വാസം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എസ്രായുടെ കാലത്ത് ദൈവജനത്തിൻ്റെ നടുവിൽ വന്നു. തങ്കലേക്ക് അടുത്ത് വരുന്നവരെ അവൻ ഉപേക്ഷിക്കത്തില്ലല്ലോ. യഥാസ്ഥാനപ്പെട്ട് വരുന്ന മാറിപ്പോയ ഏതകന്നുപോയ പുത്രനും പിതാവിൻ്റെ മേശയിലുള്ള സമൃദ്ധമായ ഭോജനം, കർത്താവിൻ്റെ ഉപമയിൽ പറഞ്ഞത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഏത് സമൂഹത്തിനും ഏത് കാലത്തിനും ലഭിക്കും. ഇന്ന് നമ്മുടെ മുമ്പിൽ രണ്ട് വെല്ലുവിളിയാണ്. ഒന്ന്, എസ്രാ പുരോഹിതനെ പോലെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിലവിളിക്കുവാൻ, കണ്ണുനീർ വാർക്കുവാൻ, തകർന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കണം. രണ്ട്, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഏത് കാര്യമായാലും, അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പുരുഷനെയോ സ്ത്രീയോ സംബന്ധിച്ചിടത്തോളം വളരെ ഏറ്റവും പ്രയാസമായ കാര്യമാണ് ബന്ധം അകറ്റുക എന്നുള്ളത്. എങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിന് ഈ ബന്ധം ശരിയല്ലെങ്കിൽ ആ ബന്ധം പാടില്ല എന്നാണ് അതിൻ്റെ ദൂത്. ദൈവത്തോടുള്ള ബന്ധത്തിന് ഈ ബന്ധം ഹാനികരമാണെങ്കിൽ ആ ബന്ധം പാടില്ല. അത് കുടുംബബന്ധം മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വഴികൾ ശരിയല്ല എങ്കിൽ അതിനെ വെട്ടിമുറിച്ച് മാറ്റിയാൽ ആത്മീക ഉണർവുണ്ടാകും. there will be a revival. ദൈവം അത് ആഗ്രഹിക്കുന്നു. നമ്മുടെ നടുവിലേക്ക് അത് വന്നിറങ്ങാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അവിടെ അവരൊരു ആട്ടിൻകുട്ടിയെ യാഗമായി കഴിക്കുന്നു, അതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവ് ഉള്ളതുകൊണ്ട് അവിടേക്ക് അടുത്ത് എന്നാൽ നമുക്ക് ക്ഷമിച്ച് കിട്ടാത്ത, മാറ്റി കിട്ടാത്ത, മറച്ച് കിട്ടാത്ത ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനും കരയാനും നമ്മൾ തീരുമാനിക്കുക മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഒന്ന് എത്തിനോക്കി. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വ്യസനത്തിൻ്റെ മാർഗം എന്തെങ്കിലുമുണ്ടോ എന്ന് നോക്കി അവിടെ നിൽക്കുകയല്ല, ശാശ്വത മാർഗത്തിലേക്ക്, പോസിറ്റീവ് സ്റ്റെപ്പ്, ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ. ദേശം മുഴുവൻ ഉണർവ് ഉണ്ടാകാൻ
ദൈവത്തിൻ്റെ സമയത്തെ നടക്കത്തുള്ളൂ. വ്യക്തിയുടെ ഉള്ളിൽ ആത്മീയ ഉണർവുണ്ടാകാൻ ഒരു നിമിഷം മതി. എനി ടൈം. ആർക്കറിയാം, ഇന്ത്യയിൽ ഏകദേശം 9 മണിയാണ്. അതാത് സ്ഥലത്തിരിക്കുന്നവർക്ക് അവരുടെ സമയം അറിയാം. ദിസ് മോർണിംഗ് ഓർ ദിസ് നൈറ്റ് God can put the holy fire into your life. ദൈവത്തിന് തൻ്റെ അഗ്നിയെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കാൻ ദൈവത്തിന് കഴിയും. God can do it. ഈ പ്രമാണം അനുസരിക്കാൻ നമുക്ക് തീരുമാനിക്കാം. റാഡിക്കലി ഡീൽ വിത്ത് ദ സിൻ. ക്രമീകരിക്കപ്പെടേണ്ട ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ തീരുമാനിക്കും. അത് നമ്മുടെ ജീവിതത്തിനൊരു പുതുക്കത്തിന്, ജനത്തെ ദൈവം അനുഗ്രഹിച്ചതുപോലെ. രണ്ടാമത്, കർത്താവെ ജനത്തിനു വേണ്ടി ഹഗായി പ്രവാചകൻ വിലപിച്ചതുപോലെ ഒന്ന് കരയാൻ, ഒറ്റ ഭക്തനെ കൊണ്ട് ദേശത്തെ യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ. വൺ മാൻ. ആ ഭക്തൻ ഞാനാകട്ടെ, ആ ഭക്തൻ നിങ്ങളാകട്ടെ, ആ ഭക്ത നിങ്ങളാകട്ടെ. ഗോഡ് ഈസ് കോളിങ് യു. ഇത്ര ഇരുണ്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഈ കാലത്തിനായിട്ടല്ലോ നാം വന്നിരിക്കുന്നത്. എസ്തറിനോട് പറഞ്ഞതുപോലെ, ലെറ്റ് us bend our knees. God will work. നമുക്ക് മുട്ടുകളെ മടക്കാം, ദൈവം പ്രവർത്തിക്കും. എസ്രായുടെ കാലത്ത് പ്രവർത്തിച്ച ദൈവം നമ്മുടെ ഈ കാലത്ത്, പ്രിയപ്പെട്ട ജോൺസൺ പറഞ്ഞതുപോലെ, പ്രതികൂലങ്ങൾ അനവധിയാണ്. എന്നാൽ ദൈവജനത്തിൻ്റെ നടുവിൽ അഗ്നി ഇറങ്ങി ഒരു ഗോളമായി തീ കത്തിയാൽ ഏത് പ്രതികൂലത്തിൻ്റെ ചങ്ങലകളെയും ഉരുക്കിക്കളയാൻ ആ ശക്തിക്ക് കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനുവേണ്ടി സഹായിക്കട്ടെ. കർത്താവെ, ഇന്ന് ഒരു തീരുമാനത്തിൽ വരുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ.